ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ACS ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മൾ എവിടം വരെ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? പേജ് നമ്പർ 118 വരെ പഠിച്ചല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 119. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുമല്ലേ? ഓക്കെ, മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, ഗസ് ദെയർ വെയ്റ്റ്സ് ആൻഡ് മാച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? ഒരു ബ്രീഫ് കേസ് ഉണ്ട്, ഒരു കൗ ഉണ്ട്, ഒരു ചാക്കിൽ കുറച്ച് ഗ്രെയിൻസ് അല്ലേ, ആ ഗ്രെയിൻസിൻ്റെ ഉണ്ട്, പിന്നെ ഒരു പപ്പി, പിന്നെ ഒരു എലിഫൻറ്റ്, പിന്നെ ഒരു മാംഗോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫിഗേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് വെയ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വെയ്റ്റ്സ് ഈ ഫിഗേഴ്സിലുള്ള ഈ വസ്തുക്കൾക്കും എന്താണ് മൃഗങ്ങൾക്കും എല്ലാമായിട്ട് എത്രയൊക്കെ വെയ്റ്റ്സ് വരും എന്നുള്ള ഒരു ധാരണയുണ്ടോ എല്ലാവർക്കും? ഏകദേശം വരുന്ന ആ ഒരു ലിസ്റ്റ്, അവരുടെയൊക്കെ വെയ്റ്റിൻ്റെ ഏകദേശം വരുന്ന ആ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ആ ഫിഗേഴ്സിനെ മാച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നോക്കിക്കേ, ഒരു 10 കിലോഗ്രാം ആണ്. 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിനോട് ഒന്ന് മാച്ച് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ബ്രീഫ് കേസുമായിട്ടല്ലേ. അപ്പോൾ ഒരു ലൈൻ വരച്ച് അത് മാച്ച് ചെയ്യുക. അടുത്തതോ ഒരു 400 കിലോഗ്രാം. 400 കിലോഗ്രാം വരുന്നത് ഏത് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഏതൊരു മൃഗത്തിനായിരിക്കും? കൗവിനാണ്. അപ്പോൾ കൗവിൻ്റെ അവിടെ നിന്ന് ലൈൻ വരച്ച് ആ 400 കിലോഗ്രാം ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ലെസ് ദാൻ 1 കിലോഗ്രാം. ലെസ് ദാൻ 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഏറ്റവും തീരെ 1 കിലോയെക്കാട്ടിയും തീരെ വെയിറ്റ് കുറവുള്ള ഒരു വസ്തു ഈ കൂട്ടത്തിൽ ഏതുണ്ട്? ഈ ഒരൊറ്റ മാംഗോ അല്ലേ. അപ്പോൾ അത് നമുക്ക് ആ മാംഗോ ആയിട്ട് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ മാച്ച് ചെയ്ത് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, മോർ ദാൻ 1000 കിലോഗ്രാം. 1000 കിലോഗ്രാമിനെക്കാട്ടിയും വെയിറ്റ് വരുന്ന ഏതാണ്? നമ്മുടെ എലിഫൻറ്റിനാണ്. അപ്പോൾ ലൈൻ വരച്ച് ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് 80 കിലോഗ്രാം, ഏകദേശം 80 കിലോ ഭാരമുള്ള വസ്തു. ഈ ഒരു ചാക്കിൽ കുറച്ച് ഗ്രെയിൻസ് ആണല്ലേ, ഗ്രെയിൻസ് ഒക്കെ താഴെ വീണ് കിടപ്പുണ്ട്, കണ്ടോ? വീറ്റ് എന്ന് നമുക്ക് പറയാമല്ലേ, ഗോതമ്പ്. അപ്പോൾ 80 കിലോളം വരുന്ന ഒരു ചാക്ക്. പിന്നെ 2 കിലോ വരുന്ന ഒരു പപ്പി. ഓക്കെ, ഇപ്പോൾ ലൈൻ വരച്ച് എല്ലാവരും കൊടുക്കുമല്ലോ, മാച്ച് ചെയ്യുമല്ലോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലൈൻ വരച്ച് മാച്ച് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സി. Guess which of the following things weigh more than 1 kilogram? Which one will weigh less than 1 kilogram? ഓക്കെ, ഇവിടെ കുറച്ച് വസ്തുക്കൾ കണ്ടോ, 1 2 3 4 5 അങ്ങനെ 5 വസ്തുക്കളുണ്ട്. അതിൻ്റെ എല്ലാ ഫിഗേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേതൊക്കെ വസ്തുക്കൾക്കായിരിക്കും 1 കിലോവിനെക്കാട്ടിയും കൂടുതൽ ഭാരമുള്ളത്? ഇതിലേതൊക്കെ വസ്തുക്കൾക്കായിരിക്കും 1 കിലോവിനെക്കാട്ടിയും ഭാരം കുറവുള്ളത് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് യുവർ സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗിന് എങ്ങനെയായിരിക്കും? ഏകദേശം എങ്ങനെയാണ്? 1 കിലോവിനെക്കാട്ടി ഭാരം കൂടുതലുള്ളതായിരിക്കും അല്ലേ. കാരണം എന്താ, നിങ്ങൾ ബുക്കെല്ലാം വെക്കുന്ന സ്കൂൾ ബാഗിലായിരിക്കില്ലേ. ഓക്കെ, ഇനി അടുത്തത് ജോമെട്രി ബോക്സ്. ഈ ജോമെട്രി ബോക്സ് കണ്ടില്ലേ, ജോമെട്രി ബോക്സ്. ഈ ജോമെട്രി ബോക്സിന് എങ്ങനെയായിരിക്കും ഭാരം വരുന്നത്? അത് തീരെ ലൈറ്റാണ്, വെയിറ്റ് ഇല്ലല്ലേ. അപ്പോൾ ജോമെട്രി ബോക്സിന് ഭാരം കുറഞ്ഞതാണ്, 1 കിലോഗ്രാമിനെക്കാട്ടിയും ഭാരം കുറവുള്ളതാണ്. ഇനി അടുത്തത് എ ബ്രിക്ക്. എ ബ്രിക്ക് എന്നാണ് പറയുന്നത് ഒരൊറ്റ ബ്രിക്ക്, ഒരൊറ്റ ഇഷ്ടിക. കണ്ടില്ലേ, ആ ഇഷ്ടികയുടെ ഭാരം എങ്ങനെയായിരിക്കും? എങ്ങനെയാണോന്ന് പറയാമോ? ഏകദേശം 1 കിലോവിനെക്കാട്ടിയും കൂടുതൽ ഭാരമുള്ള വസ്തുവാണ് എ ബ്രിക്ക്. ഇനി അടുത്തത് എ ബിഗ് പംകിൻ. എന്താണ്? ഒരു മത്തങ്ങ അല്ലേ, ഒരു വലിയ മത്തങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ 1 കിലോവിനെക്കാട്ടി കൂടുതലുണ്ടായിരിക്കും. ഇനി അടുത്തത് ഫിഫ്ത്ത്, എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ഷൂസ്. എന്താണ്? നിങ്ങളുടെ ഷൂസിനോ അല്ലെങ്കിൽ സ്ലിപ്പേഴ്സിനോ വെയിറ്റ് എന്തായിരിക്കും? എന്ത് വരുമായിരിക്കും? ലെസ് ദാൻ 1 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. സി എന്നെഴുതി ഈ ക്വസ്റ്റ്യൻ എഴുതി ഈ ലിസ്റ്റുകളെല്ലാം ഈ 5 ലിസ്റ്റുകളും എഴുതിയിട്ട് ഉത്തരമായി
എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ഉത്തരമായിട്ട് എഴുതേണ്ടത് തിങ്സ് വിച്ച് വെയ് മോർ ദാൻ 1 kilogram ആർ. തിങ്സ് വിച്ച് വെയ് മോർ ദാൻ 1 kilogram ആർ. 1 കിലോഗ്രാമിനെക്കാട്ടിയും കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? എ നമ്പർ 1 എ സ്കൂൾ ബാഗ്, നമ്പർ 2 എ ബ്രിക്ക്, നമ്പർ 3 എ പംകിൻ. ഓക്കെ, അല്ലെങ്കിൽ എ ബിഗ് പംകിൻ. ഓക്കെ, അപ്പോൾ ഉത്തരം ഇതാണ് കേട്ടോ. ഇനി കഴിഞ്ഞ ഉത്തരം ഇല്ല, നമ്മൾ 1 കിലോ ഭാരത്തിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുള്ളൂ. ഇനി അടുത്തത് അതിൻ്റെ ബാക്കിയായിട്ട് എഴുതേണ്ടത് ബാക്കി ഭാഗം ആൻസർ തിങ് വിച്ച് വെയ് ലെസ് ദാൻ 1 kilogram ആർ. നമ്പർ 1 ജോമെട്രി ബോക്സ്, നമ്പർ 2 സ്ലിപ്പേഴ്സ് ഓർ ഷൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക, ആൻസേഴ്സ് മിസ് ഇപ്പോൾ വായിച്ചതുപോലെ ആൻസേഴ്സും എഴുതുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 120. ടി യൂസ് യുവർ ബാലൻസ് ടു ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹെവിയർ. എന്ത് ചെയ്യണം? ഈ ഒരു ബാലൻസ് അല്ലേ, കോമൺ ബാലൻസ് പോലെയുള്ള ഒരു നമ്മൾ വെയ് ചെയ്യാൻ ഒരു വെയിങ് മെഷീനാണത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ഏറ്റവും കൂടുതൽ ഭാരം വരുന്ന വസ്തു ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നോക്കിക്കേ, എ വാട്ടർ ബോട്ടിൽ ഓർ എ ക്രിക്കറ്റ് ബാറ്റ്. ഒരു വാട്ടർ ബോട്ടിലിനാണോ ഒരു ക്രിക്കറ്റ് ബാറ്റിനാണോ വെയിറ്റ് കൂടുതൽ? ഈ ഒരു ബാലൻസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് വെയിറ്റ് കൂടുതലുള്ള ആ ഒരു ഭാഗത്തേക്ക് അതിങ്ങനെ ചരിഞ്ഞ് നിൽക്കും അല്ലേ. അപ്പോൾ ക്രിക്കറ്റ് ബോളുണ്ട്, ഒരു വാട്ടർ ബോട്ടിലുണ്ട്. വാട്ടർ ബോട്ടിലെ വെള്ളം എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാലി വാട്ടർ ബോട്ടിലാകുമ്പോഴത്തേക്കും അതിൻ്റെ വെയിറ്റ് എല്ലാം പോകും അല്ലേ. അപ്പോൾ ക്രിക്കറ്റ് ബോളിനാണോ വാട്ടർ ബോട്ടിലിനാണോ വെയിറ്റ് കൂടുതൽ? ക്രിക്കറ്റ് ബോളിനാണ്. കാരണം എന്താണ്? ആ കോമൺ ബാലൻസ് ക്രിക്കറ്റ് ബോൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് നിൽക്കുകയാണല്ലേ. അപ്പോൾ അവിടുത്തെ ഉത്തരം എന്താണ്? എ ക്രിക്കറ്റ് ബോൾ ഈസ് ഹെവിയർ ദാൻ വാട്ടർ ബോട്ടിൽ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. അപ്പോൾ ഉത്തരം ഇതാണ്, എ ക്രിക്കറ്റ് ബോൾ ഈസ് ഹെവിയർ ദാൻ വാട്ടർ ബോട്ടിൽ. വീട്ടിലെല്ലാവരുടെയും ഈ കോമൺ ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കൂ കേട്ടോ. ഈ ബാലൻസ് മെഷീൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കൂ, വെയിറ്റ് ചെയ്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. ഇനി അടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, യുവർ ഷൂ ഓർ യുവർ പെൻസിൽ ബോക്സ്. നിങ്ങളുടെ ഷൂവിനാണോ അല്ലെങ്കിൽ പെൻസിൽ ബോക്സിനാണോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്? എന്തിനായിരിക്കും? ഷൂസിനാണല്ലേ. മൈ ഷൂസ് ആർ ഹെവിയർ ദാൻ മൈ പെൻസിൽ ബോക്സ്. എന്താണ്? എൻ്റെ ഷൂസാണ് എൻ്റെ പെൻസിൽ ബോക്സിനെക്കാട്ടിയും നല്ല ഭാരമുള്ളത്. ഉത്തരം എന്താണ്? മൈ ഷൂസ് ആർ ഹെവിയർ ദാൻ മൈ പെൻസിൽ ബോക്സ്. തേർഡ് ക്വസ്റ്റ്യൻ, യുവർ മാത്സ് ബുക്ക് ഓർ ഹിന്ദി ബുക്ക്. നിങ്ങളുടെ മാത്സ് ബുക്കാണോ, മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണോ അല്ലെങ്കിൽ ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്കാണോ ഏറ്റവും വെയിറ്റ് ഉള്ളത്? നിങ്ങളുടെ മാത്സ് ബുക്കിനാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കേ. മൈ മാത്സ് ബുക്ക് ഈസ് ഹെവിയർ ദാൻ മൈ ഹിന്ദി ബുക്ക് എന്നാണ് ആൻസർ. മൈ മാത്സ് ബുക്ക് ഈസ് ഹെവിയർ ദാൻ മൈ ഹിന്ദി ബുക്ക്. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, യുവർ ബാഗ് ഓർ യുവർ ഫ്രണ്ട്സ് ബാഗ്. നിങ്ങളുടെ ബാഗാണോ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ബാഗാണോ? നമുക്ക് നമ്മുടെ കാര്യമായിട്ട് എഴുതാം അല്ലേ. മൈ ബാഗ് ഈസ് ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് മൈ ഫ്രണ്ട്. മൈ ബാഗ് ഈസ് ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് മൈ ഫ്രണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ വെയ് 1 kilogram ഓഫ് മഡ് ഓർ സാൻഡ്. 1 kilogram മഡ് അല്ലെങ്കിൽ സാൻഡ് എടുക്കുക. ഡിവൈഡ് ഇറ്റ് ഈക്വലി ഇൻറ്റു 2 bags. അത് രണ്ടായിട്ട് തുല്യമായി ഡിവൈഡ് ചെയ്യുക, 2 ബാഗിലാക്കുക. യൂസ് ദ ബാലൻസ് ടു ചെക്ക് ഇഫ് ബോത്ത് ദ ബാഗ്സ് ഹാവ് ഈക്വൽ വെയിറ്റ്. കണ്ടോ, ബാലൻസ് ഉപയോഗിച്ച് രണ്ടിനും സെയിം വെയിറ്റ് ആണോ എന്ന് നോക്കുക. ഒന്നെങ്കിൽ മഡ് എടുക്കുക അല്ലെങ്കിൽ സാൻഡ് എടുക്കുക. ഇപ്പോൾ സാൻഡ് എടുക്കുന്നെങ്കിൽ നമുക്ക് എളുപ്പം സാൻഡ് ആയിരിക്കും അല്ലേ, മണലായിരിക്കും. അപ്പോൾ അത് 2 ബാഗിലായിട്ട് ഈക്വൽ വെയിറ്റിലെടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ബാലൻസിൽ നമ്മൾ പിടിച്ച് 2 സ്ഥലത്തും ആ ബാഗ് വെച്ചിട്ട് ഒന്ന് പിടിച്ച് നോക്കിക്കേ. കണ്ടോ, ബാലൻസ് നേരെയായിട്ടിരിക്കുക അല്ലേ. വെയിറ്റ് ഉള്ളിടത്തോട്ട് ഇതുപോലെ ചരിഞ്ഞ് കിടക്കുകയല്ല, രണ്ടും തുല്യമായ വെയിറ്റ് ആയതുകൊണ്ട് നേരെ നിൽക്കും അല്ലേ. ഈച്ച് ബാഗ് ഓഫ് മഡ് ഈസ് യുവർ 1/2 kilogram വെയിറ്റ്. യൂസ് ഇറ്റ് ടു വെയ് സം
അതർ തിങ്സ് അറൗണ്ട് യു. ഇപ്പോൾ ഈ കുട്ടി ഇവിടെ സാൻഡോ അല്ലെങ്കിൽ മഡോ ഉപയോഗിച്ച് കണ്ടില്ലേ, രണ്ട് തുല്യമായ അളവുകൾ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറച്ച് വസ്തുക്കളെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ അതിൻ്റെ ഒരു വെയിറ്റൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം. മേക്ക് എ ലിസ്റ്റ് ഓഫ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. ഈ എന്ന ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് മേക്ക് എ ലിസ്റ്റ് ഓഫ് എന്ന് മാത്രം ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് 1 തിങ്സ് വെയിങ് ലെസ് ദാൻ ഹാഫ് കിലോഗ്രാം. ഏതൊക്കെ വസ്തുക്കൾക്കാണ് ഒരു ഹാഫ് കിലോഗ്രാമിനെ കാട്ടിയും വെയിറ്റ് കുറവ്? ഏതൊക്കെ വസ്തുക്കൾക്കാണ് ഹാഫ് കിലോഗ്രാമിനെ കാട്ടിയും വെയിറ്റ് കുറവ്? ഏതൊക്കെ വസ്തുക്കൾക്കാവാം? മിസ് കുറച്ച് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുമോ? സോക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന സോക്സ്, SOCKS. പിന്നെയോ വാച്ച്, നമ്മുടെ കയ്യിൽ നമ്മുടെ വാച്ച്, ബെൽറ്റ്, സ്ലിപ്പർ എക്സെട്ര. ഇനി നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കൾ, അത് ഹാഫ് കിലോയെക്കാട്ടിയും കുറവ് വെയിറ്റുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈ ലിസ്റ്റ് ഒരു 3-4 ഒബ്ജക്ട്സിൻ്റെ പേരും കൂടെ എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തിങ്സ് വെയിങ് മോർ ദാൻ ഹാഫ് കിലോഗ്രാം. ഹാഫ് കിലോഗ്രാമിനെ കാട്ടിയും കൂടുതൽ വെയിറ്റുള്ള വസ്തുക്കൾ ഏതൊക്കെയായിരിക്കും? ഫാൻ, മിസ് എഴുതിയേക്കുന്ന ആൻസേഴ്സ് ഇതൊക്കെയാണ്: ഫാൻ, ചെയർ, ടെലിവിഷൻ, ടേബിൾ എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് എളുപ്പമാണല്ലേ. നമുക്ക് എന്തൊക്കെ എഴുതാം? നമ്മുടെ കട്ടിൽ, കോട്ട് അല്ലേ. പിന്നെ എന്ത് എഴുതാം? എത്രയോ വസ്തുക്കൾ ഹാഫ് കിലോ കാട്ടി, ഏകദേശം എല്ലാ വസ്തുക്കളും ഹാഫ് കിലോഗ്രാമിനെ കാട്ടിയും വെയിറ്റ് കൂടുതലുള്ള വസ്തുക്കളാണ്. അപ്പോൾ അതിന് ലിസ്റ്റ് എടുക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. ഈ എന്ന ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് മേക്ക് എ ലിസ്റ്റ് ഓഫ് നമ്പർ 1 തിങ്സ് വെയിങ് ലെസ് ദാൻ ഹാഫ് കിലോഗ്രാം എന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആ വസ്തുക്കൾ ഹാഫ് കിലോഗ്രാമിനെ കാട്ടിയും കുറവ് വെയിറ്റുള്ള വസ്തുക്കൾ ഏതൊക്കെയാണോ അതിൽ ലിസ്റ്റ് എടുക്കുക. അടുത്തത് 2 തിങ്സ് വെയിങ് മോർ ദാൻ ഹാഫ് കിലോഗ്രാം എന്ന ക്വസ്റ്റ്യൻ 2 എഴുതിയിട്ട് ഹാഫ് കിലോഗ്രാമിനെ കാട്ടിയും കൂടുതൽ വെയിറ്റുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് എഴുതുക. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. പേജ് നമ്പർ 121, ലുക്ക് ഫോർ വെയ്റ്റ്സ് ആൻഡ് ബാലൻസസ്. ഓക്കെ, ഈ വെയ്റ്റ്സ് ആണെങ്കിലും ബാലൻസ് ആണെങ്കിലും നമ്മൾ വസ്തുക്കളുടെ വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ്, മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ വെയ്റ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലുള്ള കട്ടകളാണ് അല്ലേ, പല തൂക്കത്തിലുള്ള കട്ടകളാണ്. അത് ഉപയോഗിച്ച് നമ്മൾ വസ്തുക്കളുടെയൊക്കെ വെയ്റ്റ്സ് മെഷർ ചെയ്യാറുണ്ട് അല്ലേ. ഇവിടെ കുറച്ച് ഗ്രെയിൻസ് കണ്ടോ, കുറച്ച് ഗ്രെയിൻസിൻ്റെ വെയിറ്റ്, ധാന്യങ്ങളുടെ വെയ്റ്റ്സ് ഈ കട്ടകൾ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത് കണ്ടോ. ഇനി ബാലൻസ് എന്ന് പറഞ്ഞാലോ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലത്തെ ബാലൻസ് അല്ലേ. കണ്ടോ സ്പ്രിംഗ് ബാലൻസ്, വെയിങ് മെഷീൻ. ഇത് വെയിങ് മെഷീനാണ്. ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് എല്ലാം അവിടെ എഴുതി കാണിക്കും. ഇത് ബാലൻസ്, ഇത് സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല പല വസ്തുക്കളാണ്. ഇനി മേക്ക് എ ട്രിപ്പ് ടു യുവർ നിയറസ്റ്റ് ജങ്ക് ഡീലർ, വെജിറ്റബിൾ ഷോപ്പ് ആൻഡ് ഗ്രോസറി ഷോപ്പ്. നിങ്ങളുടെ അടുത്തുള്ള ഒരു ജങ്ക് ഡീലർ, അതായത് ആക്രി, നമുക്ക് ഉപയോഗമില്ലാത്ത വസ്തുക്കൾ വിൽക്കുന്ന ആൾ, ആക്രി. ഓക്കെ, ആക്രി കച്ചവടമുള്ള ഒരു ഡീലർ, ഒരാളോട് നമ്മൾ നമ്മളൊന്ന് സംസാരിച്ച് അദ്ദേഹം എങ്ങനെയാണ് വെയിറ്റൊക്കെ മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വെജിറ്റബിൾ ഷോപ്പ് പച്ചക്കറി കട. ഇനി ഗ്രോസറി ഷോപ്പ്, പലചരക്ക് കട. അപ്പോൾ ഈ 3 വിഭാഗത്തിലും എല്ലാവരും ഒന്ന് അവിടെ വെയിറ്റൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ അവരോടായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ യൂസസ് ദ ബിഗ്ഗസ്റ്റ് വെയിറ്റ്? ആരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ വെയിറ്റ് യൂസ് ചെയ്യുന്ന ആ വ്യക്തി ആരായിരിക്കും? എ ജങ്ക് ഡീലർ യൂസസ് ദ ബിഗ്ഗസ്റ്റ് വെയിറ്റ്. അവിടെ എഴുതിക്കുക എല്ലാവരും, ജങ്ക് ഡീലറാണ്. അദ്ദേഹം നമുക്ക് ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളാണ് ജങ്ക് ഡീലർ. അപ്പോൾ അദ്ദേഹം ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ
മെഷർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വലിയ വെയിറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും എഴുതിക്കേ, എ ജങ്ക് ഡീലർ യൂസസ് ദ ബിഗ്ഗസ്റ്റ് വെയിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ യൂസസ് ദ സ്മോളസ്റ്റ് വെയിറ്റ്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉപയോഗിക്കുന്നത് ആരായിരിക്കും ഈ കൂട്ടത്തിൽ? ജങ്ക് ഡീലറാണോ, വെജിറ്റബിൾ ഷോപ്പ്, അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പിലുള്ള ആളാണോ? ആരായിരിക്കും? ദ സ്മോളസ്റ്റ് വെയിറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ ഗ്രോസറി ഷോപ്പ്, പലചരക്ക് കട. ഓക്കെ, ഗ്രോസറി ഷോപ്പ്. ഇനി അടുത്തത്, ഹാവ് യു സീൻ എനി ഓഫ് ദീസ് ബാലൻസസ്? നിങ്ങൾ ഈ ബാലൻസസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, ഇൻ വിച്ച് ഷോപ്പ് വുഡ് യു ഫൈൻഡ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വെയ്റ്റ്സ്? ഈ താഴെ കാണുന്ന ഈ വെയ്റ്റ്സ് എല്ലാം നിങ്ങൾ ഏത് കടയിലാണ് കണ്ടിട്ടുള്ളത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്താണ് ഇവിടെ കണ്ടിട്ടുണ്ട്? ഐ ഹാവ് സീൻ സച്ച് വെയ്റ്റ്സ് ഇൻ സ്റ്റോർസ് വിച്ച് സെൽ ഗ്രെയിൻസ്. ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന കണ്ടില്ലേ, ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന ആ കടയിൽ ഇത്തരം വെയ്റ്റുകളെല്ലാം കണ്ടിട്ടുണ്ട് എന്ന് എഴുതുക. I have seen such weights in stores which sell grains. Okay. അപ്പോൾ പേജ് നമ്പർ 120 പേജ് നമ്പർ 119 വർക്ക്സ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. എല്ലാവരും കറക്റ്റായിട്ട് നോട്ട്ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.